കമ്പനിയിലുള്ളത്, നമ്മുടെ ഹംഗറിയിലെ ബേസിലുള്ളത്. എനിക്കിപ്പോൾ നാളെ ഇനി ഇവിടുന്ന് കോപ്പറിലെ ക്രൊയേഷ്യക്കാണ് ഓട്ടം. ക്രൊയേഷ്യയിലേക്ക് നിസാൻ്റെ 8 കഷ്കയുണ്ട് നിസാൻ്റെ. അപ്പോൾ അത് ലോഡ് ചെയ്യണ പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ. 8 എണ്ണം. ഒരു സെമി XUV ടൈപ്പ് വണ്ടിയാണ്, അത്യാവശ്യം ടൈറ്റ് ലോഡാവുക. എന്താ നമുക്ക് നോക്കി നോക്കാം, എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നല്ലതാണപ്പാ. ആദ്യം നമുക്ക് ലോഡിംഗ് പൊസിഷൻ. ഓക്കെ, എട്ട് വണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്കും വണ്ടി വരും. 1 2 3 4 5 6 7 8 ഇതാണ് പരിപാടി. ഓക്കെ, ഉണ്ടല്ലേ, ഫുള്ള് ബ്രിഡ്ജായി. ക്ലിയർന്ന് ട്രക്കിലേക്കുള്ള ബ്രിഡ്ജൊക്കെ. ഇനി നമ്മുടെ ബാക്ക് റാമ്പ്. ഓക്കെ, വണ്ടി ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഡീസലടിക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സ്റ്റാർട്ടിങ് എപ്പോഴും സെൻറ്ററിൽ കൂടെ തന്നെ നടക്കണം. ഇത് മൊത്തം കഷ്കയാണ്, കഷ്കായി നിസ. അതിലിപ്പോൾ എനിക്കുള്ളത് 8 വണ്ടി ലോഡ് ചെയ്യാണ്ട്. ബെൽറ്റൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാലേ നമുക്കൊന്നുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഓക്കെ, അപ്പോൾ ലൈൻ വഴിയൊക്കെ ക്ലിയറാണ്. ഹോളും കാര്യങ്ങളൊക്കെ ഫുൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ സ്മൂത്തായിട്ട് നമുക്ക് കയറ്റാൻ പറ്റും. അയ്യോ, ഈ കിടക്കണ 2 ലൈനാണ് എൻ്റെ വണ്ടി. ഇതുണ്ടല്ലോ, റീസാണല്ലോ, ഉണ്ടാകും ടൈമായി. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെഡലേക്ക് വരും. വണ്ടി മൊത്തം ചെക്ക് ചെയ്യണം. ഡെൻറ്റാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ടയറിന് തന്നെ പെട്ടെന്ന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കും. അവർക്കൊന്നും വലിയതായിട്ട് ബുദ്ധിമുട്ട് വരില്ല. റൂഫിലൊക്കെ എന്തൊക്കെയുണ്ട്, കുഴപ്പമില്ല, കുഴപ്പമില്ല. റൂഫ് വലിയ കുഴപ്പം കാണില്ല. തേയിലാമ്പ് കുഴപ്പമില്ല.
നമ്മൾ ഉള്ള സാധനങ്ങൾ കയ്യിലുണ്ടോ നോക്കുക. ചിലപ്പോൾ വീല് കാര്യങ്ങൾ ഉണ്ട്, കുഴപ്പമില്ല. പിന്നീട് 4 ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യണം. കുഴപ്പമില്ല. ഇൻറ്റീരിയർ പിന്നെ ചാവി ഉണ്ടാവും. ചാവിയുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും ലെതറിൻ്റെ ഇതാണ്. ചെറിയ ഉള്ളിൽ എന്തെങ്കിലും ഇൻറ്റീരിയറിൽ എന്തെങ്കിലും പ്രശ്നം നോക്കണം. കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി ഇവൻ്റെ അടുത്ത് അടയ്ക്കാം. ഓക്കെ, നിസാൻ കഷ്കൈ ഓട്ടോമാറ്റിക്കാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കംപ്ലീറ്റ്. എന്തൊക്കെ സിസ്റ്റമാണ് വണ്ടിയുള്ളത്. നമ്മൾ പരിപാടി തുടങ്ങല്ലേ മോനെ. പഠിച്ചോ, കുക്കൊക്കെ കുറേ കയറും. അന്ന് കേട്ടിട്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. അത് മൈൻഡ് ചെയ്യാൻ നിന്നാൽ അതിൻ്റെ നേരമുള്ളൂ. കറക്റ്റ് പാർക്കിംഗ്. ഓക്കെ, പാർക്കിംഗ്. ചാവി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ക്രൊയേഷ്യക്ക് പോകണം. ആകെ 250-300 കിലോമീറ്റർ ഉള്ളൂ. 300 400 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. ലൂക്ക ഒറ്റ സ്ട്രെച്ച് റോഡ് കൂടി ഞാൻ എത്തും. വേറെ സൈഡാക്കോ പിടിക്കുന്നില്ല. ആകെ നനഞ്ഞ് തണുപ്പായ കാരണമുണ്ടേ. പരിപാടി ചാർത്ത് ഇടാം. ബെൽറ്റ് തിരിഞ്ഞത്. ഓക്കെ, ബെൽറ്റ് ഒന്നോക്കെ 4 സെക്കൻഡ്. ഇത് മാറ്റാം. ഹോളുണ്ടൊക്കെ. ഹോള് ഇവിടെയാണ്. ഫ്രണ്ട് വീലിലേക്ക് കയറും വന്നിട്ട്. എനിക്കിതിൻ്റെ അളവ് അറിയാം. വീൽ ബേസ് ബാക്ക് വീല് ഈ ഹോളും വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വണ്ടി കുറച്ച് ചെവി വേദനിച്ചു തുടങ്ങും. ഓക്കെ, നിസാൻ ഇൻ്റലിജൻറ്റ് മൊബിലിറ്റി എന്തൊക്കെ എഴുതി കാണിക്കണല്ലോ. അപ്പോൾ അടിപൊളി വണ്ടി കേട്ടോ. ജപ്പാൻ യാത്ര. ജപ്പാൻ നിസാൻ ജപ്പാൻ എനിക്കറിയാം കേട്ടോ. അല്ല കറക്റ്റാ കുഴി. ഓക്കെ, സേഫ്റ്റി ഫസ്റ്റ്. കാർ ഓക്കെ, സേഫ്. എൻ്റെ അമ്മോ വെക്കാൻ പറ്റില്ല. വീലിൻ്റെ ഫ്രണ്ടിൽ ഓക്കെ. ഓക്കെ,
ഓക്കെ. ഇത് താഴ്ന്നുള്ള പണിയാ. ബാക്കിലൂടെ എൻ്റെ ബെൽറ്റ് അടിക്കണം. ഫ്രണ്ട് വീല് ഉള്ള അളവ് ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. 7 ഹോൾ ഇടും. 1 2 3 4 5 6 7 ഹോൾ. ഫ്രണ്ട് വീല് ഈ ഹോൾ വരും. ഓക്കെ. 1 2 3 4 5 6 1 2 3 4 5 6 അപ്പോൾ നമ്മൾ പിന്നീട് 7 ഹോൾ. ഓക്കെ. ഇവിടെ 8 ഇടും. 8 ഹോൾ ഇവിടെയാണ്. ഇതിൻ്റെ ഈ ഹോളാണ് ബാക്കിൽ വരിക. 1 2 3 4 6 7 8. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. നിസാൻ ഒന്നും വേണ്ട ചേട്ടാ. യെസ് സീറ്റ്. ഓക്കെ. ഓടി അങ്ങോട്ട് പോയാൽ നേരെ അപ്പുറത്ത് ഉണ്ടാവും. അവിടെ നമുക്ക് ഇവ സ്മൂത്ത് ലാൻഡിങ് ഉണ്ടാ. ബാക്ക് വീല് കറക്റ്റ് ഹോളും ഫ്രണ്ട് വീല് ആ ഹോളും. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് അളവാണ് ഈ ഒരു. ഓക്കെ. ഇതിൽ ഡോറ് തട്ടി ഇവിടെ തുറക്കാൻ പറ്റും. ഉണ്ടല്ലേ ഈ പോയിന്റിൽ. അപ്പോൾ ഇതൊരു ആവറേജ് ഒരു വണ്ടിയുടെ വീൽ ബേസിൻ്റെ അളവാണ്. ഒരു സ്റ്റാൻഡേർഡ് അളവാണ് സംഭവം. എല്ലാ വണ്ടികളും അല്ല, അളവ് കൂടുതൽ വീൽ ബേസ് കൂടുന്നതോറും നമ്മളതിൻ്റെ അളവുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് നിസാൻ്റെ ഈ കൊഷ്കെ, അതുപോലെ ഔഡിയുടെ Q3, കുപ്ര, ഇതിൻ്റെയൊക്കെ ഈ ഒക്ടാവിയ അങ്ങനത്തെ ഒക്കെ ഈ വീൽ ബേസ്, സ്കോഡയുടെ വണ്ടികൾ, കുറേ വണ്ടികളുടെയൊക്കെ, പിന്നെ ഈ ചൈനീസ് വണ്ടികൾ ഒക്കെ വീൽ ബേസ് സെയിമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു മെയിനാണ് ഒരു ആവറേജ് സംഭവമാണ്. ഇപ്പോൾ അടുത്തത് ഇവിടെ ഉണ്ടാം. ബാക്ക് വീല് ഈ ഹോളിൽ വരും. ഫ്രണ്ട് വീല് ഇതിലാണ് വരിക. ഇതിനൊരു 3 4 8 ഇടും. പക്ഷേ വീല് ഇവിടെ വന്നിട്ട് നിൽക്കും ഏകദേശം. എന്നിട്ട് നമ്മളിതിനെ ഫ്രണ്ടിലേക്ക് പുള്ളി ചെയ്യുക ഹൈഡ്രോളിക് വെച്ചിട്ട്. നാലാമത്തെ വണ്ടി. ചതിക്കില്ലട്ടാ, പെട്രോളൊന്നും ഇല്ലാതെ പെട്ട്. പിന്നെ ഇനി എല്ലാവരും ലീവാ, ക്രിസ്മസിൻ്റെ വെക്കേഷനാണ്. ഇടക്ക് ഇവർ ആവശ്യത്തിനുള്ള നമുക്ക് വണ്ടി അവിടെ ഡെലിവറി ചെയ്യാനുള്ള അത്രയും ഫ്യൂൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഒരു സ്ഥലത്ത് ഡെലിവറി പോയപ്പോൾ അവിടെ പെട്രോളിൻ്റെ ഫ്യൂൽ അവിടെ നിന്ന്
ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്യും. പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിടും. അതൊക്കെ ന്യൂട്രിട്ടു. ഹാൻഡ് ബ്രേക്ക് ഇട്ടു കേട്ടോ. വണ്ടി ഓഫ് ചെയ്യില്ല. ഉണ്ടല്ലേ, വീല് ഇവിടെ വന്ന് നിൽക്കണേ. ഇപ്പോൾ നമ്മളതിനെ ഇത് പൊക്കും. എന്നിട്ട് ബെൽറ്റ് അടിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് വലിക്കും ഹൈഡ്രോളിക് വെച്ചിട്ട്. ബെൽറ്റ് ഒരു ബെൽറ്റും അടിക്കണം സേഫ്റ്റിക്ക്. സംഭവം വണ്ടി പിന്നിക്ക് പോകില്ല എന്നാലും, പക്ഷേ സേഫ്റ്റിക്ക് ഒരു ബെൽറ്റെങ്കിലും അടിക്കണം. ഇത് വീല് ഹോളിലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം വണ്ടി സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഹൈഡ്രോളിക് വെച്ചിട്ട് വണ്ടി മൂവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വെച്ചാൽ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടാ. ഓക്കെ, ഇനി നമ്മൾ ഈ വീലിനെ ഈ കുഴിക്ക് ചാടിക്കും. അതൊക്കെ വന്ന് ലാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. ഏകദേശം ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ടോ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് വണ്ടി നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാം ബെൽറ്റ് അടിക്കാം. അവിടെ ആവശ്യമുണ്ട്, ഇവിടെ ആവശ്യമുണ്ട്. ഓക്കെ, ഒരുപാടുണ്ട്. അടിയല്ല, ഓക്കെ, വിഷ്ണു സ്പേസ് ഉണ്ട്. അയ്യോ, വണ്ടി ഓഫ് എടുത്തല്ലേ. പാക്ക് ഓക്കെ, യെസ്. നമ്മളെ 4 വണ്ടി ആയി. ഇതിൻ്റെ അപ്പടക്കും ട്രക്കിൻ്റെ അപ്പടക്കും ഓക്കെ 4 വണ്ടി ഓടി ചെയ്തു. ഇനി നമുക്കിങ്ങനെ പോക്കാം, മുകളിൽ പോക്കാം. നമ്മളെ ഹോളിട്ട് കാരണം കൊണ്ട് ഹൈറ്റ് പറയും. അതിനാണ് നമ്മൾ വണ്ടിയുടെ ഹൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഹോളുള്ളത്. നമ്മൾ ഇത് ക്രൊയേഷ്യക്കാണ് പോകുന്നത്, വലിയ വിഷയമില്ല. 4 വീട്ടിൽ 4, 10, 4, 15, 4, 20, 4, 20 ഓക്കെ, 4, 15 യാതൊരു വിഷയമില്ല. ജർമ്മനി, ഓസ്ട്രിയ ഈ 2 രാജ്യങ്ങളാണ് 4 മീറ്ററിൽ ഒരു അടുപ്പിക്കില്ല. അതിനപ്പുറത്തേക്ക് കയറിയാൽ ഫൈനാണ്. ജർമ്മനി, ഓസ്ട്രിയ. അത് കാരണം ജർമ്മനിക്കൊക്കെ നമ്മൾ പോകുന്ന വണ്ടി വേറെ ലോഡ് ചെയ്യാം. ഈ 8 വണ്ടി ഈ സംഭവം ഇതേ സിസ്റ്റം തന്നെ. പക്ഷേ നമ്മൾ ഫസ്റ്റ് കയറ്റിയ വണ്ടിയില്ലേ, ഒന്നാമത്തെ വണ്ടി നമ്മൾ ക്യാബിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് കയറ്റി നിർത്തിയിട്ടുണ്ട്. ആ വണ്ടി ഫസ്റ്റ് കയറ്റിയ വണ്ടി. പക്ഷേ നമ്മൾ ജർമ്മനി, ഓസ്ട്രേലിയക്കാണ് പോകുന്നത് വെച്ചാൽ അത് ആ പ്ലാറ്റ്ഫോമിൽ നിർത്തുള്ളൂ. മൂവ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിലാണ് വണ്ടി നിർത്തുക. ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ച സിസ്റ്റൊക്കെ സെയിമാണ്. ഇവിടെ 4 വണ്ടി അപ്പുറത്തേക്ക് ഫോർവേഡും 3 വണ്ടി ലോകത്തേക്ക് ബാക്ക്വേഡും ഈ കാര്യമാണ്. ഇതിൽ ഈ ഇവിടെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട് വീല് ഇട്ടിടും. എന്നിട്ട് ആ ഇതില്ലേ ആ ബ്രിഡ്ജ് അതാണ് അത് അവിടെ മടക്കി വെച്ചിട്ട് ബെൽറ്റ് അടിക്കും. അങ്ങനെയാണ് നമ്മൾ ജർമ്മനി അതിലേക്ക് പോകുമ്പോൾ ചെയ്യാം. ഇപ്പോൾ അടുത്ത വണ്ടി ഇവിടെ 5ാമത്തെ വണ്ടി ഇതിലാണ് വരും. ഈ പ്ലാറ്റ്ഫോമിൽ പതിനാണ് നല്ല പണി. ഏകദേശം ഇത് ഓക്കെയാണ്. 3, 6, 8 ഇത് ഓക്കെയാണ്. ഇത് കറക്റ്റായിട്ട് ബാക്ക് തട്ടിക്കാണ്ട് ബാക്ക് ഒന്ന് നിൽക്കും. പിന്നെ ഈ രീതിയിൽ കയറ്റുമ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ നമുക്ക് അപ്പടക്കിൽ ടൈറ്റ് വരില്ല, വണ്ടികൾക്ക് സ്പേസ് ഉണ്ടാവും. പക്ഷേ ലോഡക്കിൽ ടൈറ്റ് ആവുക. ഏകദേശം പോയി നോക്കില്ല, സ്മൂത്തായിട്ടുണ്ട്. അതിനെടുത്തില്ല. വഴി ക്ലിയർ ആക്കണം ആദ്യം. വഴി ക്ലിയർ ആക്കിയില്ലാണ് ഓക്കെ അല്ലേ. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് ഈ ഏരിയ. കാരണം അത് തട്ടിക്കാട്ട് നിൽക്കുക.
അല്ലേ ഇടത്തുകൊണ്ട് ബാക്ക് ഉണ്ട് അതിന്. അത് കാരണം കൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കണം. അയ്യോ ഏത് പാട്ടാണോ അടിപൊളി സ്പീക്കറൊക്കെയാ. ഇനി നമ്മൾ റിവേഴ്സാ. പാട്ടൊക്കെ അവിടെ കട്ടെ, പാട്ട് നമുക്ക് ആവശ്യമില്ല. ഇനി റിവേഴ്സ്. ഇനി ആകെ കുക്കുന്ന സൗണ്ടാവുക. മിറർ എനിക്കൊരു കാണാണ്ടോ അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ്. ആ കുക്കു 360 ക്യാമറ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ 360 ക്യാമറ ഒക്കെ നോക്കിയിട്ട് വണ്ടി കയറ്റാൻ വന്നാൽ വണ്ടി പറയുമ്പോൾ ഉണ്ടാവും ഈ മിററൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പോകും. ഇത് മിററിൽ കാണാൻ പറ്റുന്ന അറിയില്ല. എനിക്ക് തല ബാക്കിട്ട് ഇട്ട് ഓടിക്കണേക്കാൻ നല്ലത്. എനിക്ക് എന്താ പക്ഷെ ഇവിടെ എത്തി ഓട്ടടക്കുട്ടങ്ങൾ ഇതാണ് കളി. റൂഫ് നോക്കണം, ബാക്ക് നോക്കണം, കുഴപ്പമില്ല. എന്താ കൂന്നായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇതുണ്ടെന്നൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക. തട്ടും എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം സംഭവം. അയ്യോ സംഭവം ഇനി ഇത്രയും ഗ്യാപ്പുണ്ട്, ബാക്ക് അത്രയും ഗ്യാപ്പുണ്ട്. മറ്റേ മുതൽ പോയി തട്ടാഞ്ഞാൽ മതി. ബാക്കിലൊരു കുറ്റിയുണ്ട് നമ്മുടെ കെട്ടിയിരിക്കുന്ന സാധനത്തിൻ്റെ, അതൊന്നും പോയിട്ട് അധികം ഊരി വെച്ചിട്ടില്ല. പോയിട്ട് പറ്റി തട്ടാഞ്ഞാൽ മതി. ഇത് തട്ടാൻ മനസ്സില്ല. ഓക്കെ ചേച്ചി, അപ്പോൾ അതൊക്കെ ലാൻഡ് ചെയ്യുക. റെഡിൽ സ്പീഡ് കൂട്ടിയാൽ പോയി കുത്തും. ഓക്കെ അങ്ങനെ ക്ലോസ് ചെയ്തു. ഈ പത്രത്തോണ്ട് ഗ്യാപ്പാണ് അവിടെ ഉള്ളതുകൊണ്ട് കാണിച്ചു കേട്ടോ. അമ്മേ എന്താ ഓഫായാ എന്നോട്ടാ, എത്ര ഗ്യാപ്പാണ് ഉള്ളത്. കുഴപ്പമില്ല, എന്നാലും അതുപോലെ തന്നെ ബാക്കിൽ അടിയിൽ ഒന്നോക്കെ. ഇപ്പോൾ അടുത്ത വണ്ടി ഈ പ്ലാറ്റ്ഫോമിക്കാണ്. ഈ പ്ലാറ്റ്ഫോമിക്ക് റിവേഴ്സ് നോക്കണം അടുത്ത വണ്ടി. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു പരിപാടി ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം കുറച്ച് ഫ്രണ്ടിൽ നോക്കണം. ഞാനേ ബാക്ക് വന്നിട്ട് ഇവിടെ കുത്തും. ഓക്കെ, ഇതാവട്ടെ. അപ്പോൾ ഈ വീല് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഊര ബാക്കിൽ ഈ വലിയ ഹോളിൽ വന്നുള്ളൂ. വലിയൊരു ഹോളാണത്. പറഞ്ഞ പോലെ ആയോ വണ്ടി ചാട്ടാമില്ല. എന്തൊരു കഷ്ടം. ഓ ഭാഗ്യം, ഞാൻ വിചാരിച്ച് ചാട്ടാൻ വിളി വിചാരിച്ചു. ഇനി നമ്മൾ റിവേഴ്സ് കൊണ്ട് കയറ്റും.
മിറർ താഴത്തെ നമുക്ക് ലൈന് കറക്റ്റായിട്ട് കാണാം. ലൈൻ നോക്കിയിട്ട് നമ്മൾ മൊത്തം കളിയും. അല്ലേ അപ്പുറത്തെ സൈഡ് കുറച്ച് കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അതാണെന്ന് കാണാനില്ല. സംഭവം ഓക്കെയാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടി നല്ല അതിനെ റെഡിയാക്കാം. കുഴി 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 സേഫ്. ഇവിടെ നമുക്ക് ആ സെൻസറിൻ്റെ ഉപയോഗം നമ്മൾ നോക്കിയെന്നാലേ വണ്ടി നമ്മൾ കയറ്റുണ്ടാവില്ല. ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് സെൻസർ നോക്കിയാൽ ഇവിടെ നമുക്ക് ഒന്നും പറ്റില്ല. സെൻസർ യെസ് ഇല്ല കുഴിയിലൊന്നു. ഇപ്പം നമ്മൾ പിന്നെ ഫസ്റ്റ് ഒരു ബെൽറ്റ് അടിക്കുക, പിന്നെ കേൾക്കുക. ചെയ്യാം വണ്ടിക്ക്. അയ്യോ കല്ല് പോന്നു. അതാണ് സേഫ്റ്റി ഷൂ കൊണ്ട് പോകണം. ആ സാധനം നല്ല വെയിറ്റാണ്, അതുകൊണ്ട് ഇപ്പോൾ കല്ല് പോകണം. പക്ഷേ സേഫ്റ്റി ഷൂ ഉള്ളത് കാരണം കൊണ്ട് ഒന്നും വലുതായിട്ട് നമുക്ക് ഒന്നും പറ്റില്ല. ഓക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടല്ലേ. ഏയ് പിന്നെ പൊക്കിട്ട് ലെവലിലേക്ക് ഇടും ഉണ്ടല്ലേ. അപ്പോൾ ഇതാരും കൂടി പൊക്കണം. അപ്പോൾ ബാക്കിലേക്ക് വലിക്കാം. ഏകദേശം അടിപൊളിയായിട്ട് നിന്നു. ഇതിനെ താഴ്ത്താം. ഓക്കെ ഓക്കെ അതുണ്ട്, അതൊന്നും ശരിയല്ല, കുഴപ്പമില്ല. ഓക്കെ നമ്മുടെ ട്രക്കിലത്തെ ലോഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യലാണ്. നമുക്ക് അടുത്ത കുറച്ച് ചെയ്യാം. നമുക്ക് ആ ബാക്കിയുള്ള രണ്ട് വണ്ടികളും കൂട്ടിയിട്ട് കേട്ടാ. ഒന്നാമത്തെ വണ്ടിയുടെ അടുത്ത വണ്ടിയുടെ വീല് ഈ ഹോളിലേക്ക് വരിക. 3, 6, 8 ഈ ഹോളിലേക്ക് അടുത്ത വണ്ടിയുടെ വീല് വരും. എന്നിട്ട് അവനെ ഏകദേശം ഇവിടെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുക. അത് നമുക്ക് കയറ്റിയിട്ട് നോക്കാം. കാരണം ഇവിടെ നിൽക്കുന്ന കാരണം കൊണ്ട് എത്രത്തോണ്ട് പിന്നിക്ക് പോകാൻ പറ്റുന്ന അറിയില്ല. ഓക്കെ ഓക്കെ ദൈവമേ ജനമേ. അയ്യോ റിവേഴ്സല്ലേ പോകുന്നത്. ഞാനിപ്പോൾ എങ്ങോട്ടൊക്കെ പോകണം. ഫുഡ് കഴിക്കണ്ടോണ്ട് പോകണം. എന്തൊക്കെയോ വിശന്നിട്ടാ പോകണം. മൈൻഡൊക്കെ മാറിക്കണം. വിശക്കുണ്ട്. ഓക്കെ ഇവിടെ കയറും മുതലേ. യാ ഓക്കെ പിന്നെ നമ്മൾ ന്യൂട്രലിടും. നമുക്ക് പിന്നിക്ക് വലിക്കാണ്ട് എന്നിട്ട് സീറ്റ് വലിച്ചിട്ട് വയ്ക്കാം. എല്ലാം കൂടെ ഓർമ്മ ഇതിലേക്ക് പോകും. പാർക്കിംഗ് ഗിയറിലേക്ക് പോകും. കുഴപ്പമില്ല, ഇനി പാർക്കിംഗ് ഗിയറിലേക്ക് പോകില്ല. അവിടെ ഇവനെ കുറച്ച് നമുക്ക് പിന്നിക്ക് വലിക്കാണ്ട്. പിന്നിക്ക് വലിക്കുമ്പോൾ ഏകദേശം അധികമൊന്നും വലിക്കാൻ പറ്റില്ല. പിന്നെ ആ കുഴിയെ കിട്ടണം. സ്ഥലമുണ്ട്, അത് മതി. ഓക്കെ അല്ലേ. ഈ ഒരു ഇതും വേണം. അപ്പോഴാണ് ഇതിങ്ങനെ ഒടിഞ്ഞു വരുമ്പോൾ തട്ടാണ്ടിക്കുള്ളൂ. ഇനി നമ്മൾ അടുത്ത മുതലിനെ കയറ്റാം. ഓക്കെ
അടുത്ത വണ്ടി എടുത്തിട്ട് വരാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് വാക്കർ കുറിയങ്ങാനാണ്. ഫോർവേഡ് വണ്ടി ഓഫാക്കിയില്ല. ഓഫാക്കാം. നമ്മൾ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് ആദ്യം പോയി നോക്കണം. ഇത്ര ഗ്യാപ്പുള്ളൂ. ഇവിടെ ഇത്രയേ ഉള്ളൂ. കുറച്ച് പിന്നേക്ക് വെക്കും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പുള്ളത് നമുക്ക് ഏകദേശം ഇത്ര ഗ്യാപ്പ് ഉണ്ടാവണം. കുറച്ചുകൂടി വണ്ടി ഫ്രണ്ടിലേക്ക് കയറണം. പക്ഷേ ഈ കുഴിക്ക് അത് ചാടിക്കാം. അപ്പോൾ ഒന്നുകൂടി സേഫ്റ്റിക്ക് എന്താ ചെയ്യുക വെച്ചാൽ ഒരു കാര്യം ചെയ്യേണ്ടത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂടെ വയ്ക്കുക. നമുക്ക് ഏകദേശം എത്ര ആണ് വണ്ടി ഫ്രണ്ടിലേക്ക് വരേണ്ടത് കൂടെ വയ്ക്കുക. എത്ര വന്നു കഴിഞ്ഞാൽ വണ്ടി എവിടെ എത്തും നോക്കാം. ഇത്ര വന്നു കഴിഞ്ഞാൽ തട്ടില്ല. അവിടെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ജാമാക്കി നിർത്തുക. അതാണ് വണ്ടി ഭയങ്കര ടൈറ്റാണ്. മറ്റേത് കുഴപ്പമില്ല. ഓഫിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ജാമായിട്ടാ. അപ്പോൾ ഫ്രണ്ടിൽ എന്താ പാടുന്നത് നോക്കാം. ക്യാമറയിൽ അത്രയും അടുത്തിട്ടാണ് വേണ്ടി നിൽക്കുന്നത്. കണ്ടോ ഹൈവ ആവുന്നോട്ടെ. നോ പ്രോബ്ലം. അടിപൊളി. അത്രേ ഗ്യാപ്പുള്ളൂ. ബാക്കിൽ ഒരു ഇച്ചിരി കൂടി നിൽക്കുന്നുണ്ട്. അത് ഈ വണ്ടിക്ക് പറഞ്ഞിട്ടുള്ള ഓക്കെ. അടി കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ പിന്നേക്ക് വലിക്കാത്തത് നമുക്ക് ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ലോഡിങ് കഴിഞ്ഞു. 8 വണ്ടി നിസാൻ്റെ കൊഷ്കൈ. ഫുൾ അടിയിൽ ഭയങ്കര ടൈറ്റാ. XUV ആണ്. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് ഫുള്ളായിരുന്നു, 9-ലിടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി താഴ്ന്നിരുന്നു വണ്ടി. അപ്പോൾ 4:15 അടുത്താണുള്ളത്. കുഴപ്പമില്ല, അവിടെ അത്താക്കായിരുന്നു സംഭവം. ബാക്കിൽ കുറവ്. ഇനിയിപ്പോൾ ക്രൊയേഷ്യക്ക് ആയതുകൊണ്ട് ഇല്ല വിഷയമില്ല. എന്താ ഇവിടെ ലോഡിങ്ങിൻ്റെ പരിപാടി അത് കഴിഞ്ഞു. ഇനി ബാക്കത്തെ വണ്ടിയൊക്കെ ഒന്ന് ബെൽറ്റ് അടിക്കുക. ഇല്ല ബാക്കിൽ ഈ ഒരു ഇത്രയുള്ളത്. ഓക്കെ. അപ്പോൾ ശരി, അടുത്ത ലോഡിങ് വീഡിയോ ആയിട്ടാണ്, കാർ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ഇനി കാണാം.